ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും സാധാരണയായിട്ട് വീടുകളിൽ മാക്രോണി പാസ്ത ഉണ്ടാക്കാറുണ്ടല്ലോ. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് മാക്രോണി കഴുകിയിട്ട് ഒന്ന് ഇട്ടെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മാക്രോണി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ മാക്രോണി ഇങ്ങനെ ഓരോന്നായിട്ട് വിട്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഇനി ഇതേ കടായിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 5 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറം ഒരുപാട് മാറി ബ്രൗൺ കളർ ആവേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഒരു 2-3 മിനിറ്റ് മാത്രം വഴറ്റാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇട്ടുകൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് 5 ഉള്ളിയും പിന്നെ 2 ക്യാരറ്റാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ ഒരു പൊട്ടാറ്റോയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവ രണ്ടും നന്നായി സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റും പൊട്ടാറ്റോവും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവ 3ഉം ഒരുമിച്ചാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. ഞാനൊരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ പ്യൂരി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കട്ട് ചെയ്ത് ഇടുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടിച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ സോയ് സോസ്, 2 ടീസ്പൂൺ ചില്ലി സോസ് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കന് ഇതുപോലെ ഒന്ന് പിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈ നിറയെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണിയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് അടിച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു നല്ലൊരു ഐറ്റമാണ്.
ഇനി ഇത് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുട്ട വേവിച്ചിട്ട് അത് സ്ലൈസായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് സെർവ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. കാണാനുള്ള ഭംഗി മാത്രമല്ല, മുട്ട ഇതുപോലെ ഇട്ട് കൊടുത്താൽ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റൈൽ മാക്രോണി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.